ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജുകളുടെ പരാതി പരിഹരിക്കാനുള്ള നിർണായക ചർച്ച ഇന്ന്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അഡ്വക്കേറ്റ് ജനറലും പങ്കെടുക്കും. സുപ്രീം കോടതിയിൽ നിന്ന് NSS നേടിയെടുത്ത അനുകൂല വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും എങ്ങനെ ബാധകമാക്കാം എന്ന കാര്യത്തിലാണ് ചർച്ച. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഈ ക്രൈസ്തവ മാനേജുകളുടെ പരാതി അതെങ്ങനെ പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? ഒപ്പം അവരുടെ പരാതി അത് എന്തൊക്കെയാണ്, എപ്പോഴത്തേക്ക് ഈ ചർച്ച ആരംഭിക്കും, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, തീർച്ചയായും ഈ സർക്കാരിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഭിന്നശേഷി നിയമനങ്ങൾ, അതായത് ആ ഒഴിവുകൾ നികത്തിയതിന് ശേഷം മാത്രമേ മറ്റ് ഒഴിവുകൾ അനുമതി നൽകൂ, അതായത് അതിന് അംഗീകാരം നൽകുകയുള്ളൂ എന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. കാരണം അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ മറ്റ് നിയമനങ്ങൾ പൂർത്തീകരിക്കാൻ പാടുള്ളൂ, അതിന് അംഗീകാരം നൽകുകയുള്ളൂ എന്നുള്ള. പക്ഷേ ഈ ഒരു NSS ഉൾപ്പെടെയുള്ള NSS ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഒപ്പം ഈ മുസ്ലിം മാനേജ്മെൻറ്റുകൾ നേരിട്ട വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഒരു ഒഴിവുകൾ നികത്താൻ തക്ക രീതിയിലുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്തൊരു പ്രശ്നം, മാത്രമല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നടക്കം പട്ടിക ലഭിക്കാത്ത പ്രശ്നം, അത്തരത്തിലുള്ളൊരു പ്രശ്നം നേരിട്ടപ്പോഴാണ് NSS സുപ്രീം കോടതിയിൽ പോയി അതിന് അനുകൂല വിധി നേടുന്നത്. അതായത് ഈ ഒരു ഭിന്നശേഷി നിയമനങ്ങൾ, അതായത് ആ ഒഴിവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ ഉദ്യോഗാർത്ഥികൾ വരുന്ന അനുസരിച്ച് ആ ഒഴിവുകൾ നികത്തുക, പക്ഷേ ആ സമയത്തുള്ള മറ്റു ഒഴിവുകൾ നികത്തുന്നതിന് അംഗീകാരം നൽകാം. അത് NSSന് നേടിയെടുത്തൊരു വിധിയായിരുന്നു. പക്ഷേ അത് NSSന് മാത്രം അനുകൂലമായിരുന്നതായിരുന്നു ആദ്യം തുടക്കം തൊട്ട് തന്നെ സർക്കാരിൻ്റെ നിലപാട്. അതിന് വിപരീതമായി ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കും മുസ്ലിം മാനേജ്മെന്റുകൾക്കും ഈ ഒരു വിധി അനുകൂലം, ഈ ഒരു വിധി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നായിരുന്നു ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ അടക്കം ആവശ്യം. അങ്ങനെയായിരുന്നു അവർ സമരത്തിലേക്ക് അടക്കം കടന്നത്. അപ്പോൾ അടക്കം ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കിയിരുന്നു അത് NSS നേടിയെടുത്തൊരു വിധിയാണ്, അത് പൊതുവായൊരു വിധിയായി കണക്കാക്കാൻ കഴിയില്ല എന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. ആ ഒരു നിലപാടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു ചർച്ച ഇന്ന് നടക്കുന്നത്. അതായത് ഈ ഒരു നിലപാട്, അതായത് ഈ ഒരു വിധി എല്ലാവർക്കും, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാകുന്ന തരത്തിലേക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നേതൃത്വത്തിലടക്കമല്ല ഈ ഒരു ചർച്ച പ്രധാനമായി പരിശോധിക്കുന്നത്. അത്തരത്തിൽ അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മാനേജ്മെന്റുകൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനും ഒപ്പം ഇത്തരത്തിൽ അങ്ങനെ സമീപിക്കുമ്പോൾ സർക്കാർ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിക്കില്ല എന്ന ഒരു ഉറപ്പും നൽകും. അതായത് ഈ രണ്ട് കാര്യത്തിലാണ് ഈ ഒരു ചർച്ചയിലൂടെ വ്യക്തത വരുത്താൻ സർക്കാർ ശ്രമിക്കുന്നത്. അതായത് ഒരു NSSന് അനുകൂലമായ വിധി അത് മറ്റ് മാനേജ്മെന്റുകൾക്കും അനുകൂലമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കാൻ കഴിയുമോ, ഒപ്പം അങ്ങനെ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് സുപ്രീം കോടതിയെ സമീപിക്കാൻ മാനേജ്മെന്റുകൾക്ക് നിർദ്ദേശം നൽകുകയും അതിന് സർക്കാർ ഒരു എതിർപ്പ് അറിയിക്കാത്ത രീതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഇതൊരു സുപ്രധാനമായ ഒരു ചർച്ചയാണ്. കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് അടക്കം വളരെ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭത്തിലേക്ക് അടക്കം കടന്നിരുന്നു. കാരണം NSSനെ മാത്രം അനുകൂലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് ഇറക്കുന്നു, മാത്രമല്ല മറ്റ് മാനേജ്മെന്റുകളും ഇതേ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇതിലൊക്കെ ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടാക്കുക എന്ന തരത്തിലേക്കുള്ള ചർച്ചകളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഭവ്യ, ശരി. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശകളിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. കമ്മീഷന് വയ്ക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യോഗം. പ്രശ്നപരിഹാരത്തിനുള്ള ശുപാർശകൾ സമർപ്പിക്കാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്.